നമസ്കാരം. ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ. കൊട്ടാരക്കരക്കാരുടെ പ്രിയങ്കരനായ വിശ്വനാഥൻ മേനോൻ എന്ന 65 വയസ്സുകാരൻ വീട്ടിലെ സിറ്റ് ഔട്ടിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കാണപ്പെട്ടു. വാർത്ത കാട്ടുതീ പോലെ എല്ലായിടത്തും നാട് മുഴുക്ക പടർന്നു. ആ കാഴ്ച കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ഇരച്ച്. അതിനു മുമ്പ് തന്നെ ഈ സംഭവം നടന്ന എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഈ ലീലാ മേനോൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ആളെടുത്ത് പറഞ്ഞാണ്, വന്നവരടുത്ത് പറഞ്ഞത്. ഈ ഇന്നലെ രാത്രി കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്ന പുലർച്ചയോടുകൂടി ഞാൻ ആ കട്ടിലിൽ നോക്കുമ്പോൾ മേനോനെ കാണുന്നില്ല. ഞാൻ നോക്കുമ്പോൾ പുറത്തേക്കുള്ള വാതിൽ തുറന്ന് കിടക്കുന്നു. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വീണ് കിടക്കുന്ന നിലയിലാണ്. ഞാനത് എടുത്ത് അദ്ദേഹത്തെ എടുക്കാൻ നോക്കുമ്പോൾ എന്നെ ഒറ്റയ്ക്ക് കഴിയുന്നില്ല. എന്തായാലും ഞാൻ അവിടെ കിടന്ന് നിലവിളിച്ചത് കൊണ്ട് എൻ്റെ മുകളിൽ ഉറങ്ങിക്കിടന്ന പ്രിയ മേനോനും ഇറങ്ങി താഴെ വന്നു. ഞങ്ങൾ രണ്ടാളും കൂടെ പിടിച്ചെണീപ്പിച്ച് ഞാൻ ഓടിച്ചെന്ന് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ നോക്കുമ്പോൾ അതിങ്ങനെ ഒരു കവളിങ്ങനെ അകത്തോട്ട് ഇറങ്ങിയോ എന്നൊരു സംശയം, ബാക്കിയെല്ലാം പുറത്തേക്ക്. അപ്പോഴത് മനസ്സിലായി അദ്ദേഹം മരണപ്പെട്ടു. ഞങ്ങളവിടെ ആലപ്പുറമായിട്ട് കരഞ്ഞോണ്ടിരുന്നു. ഇത് കേട്ട് വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന ജോലിക്കാരി ഓടി വന്നു. അവളും നിലവിളിച്ചു. പുറത്ത് നിന്നും വരുന്ന ആ കറവക്കാരൻ 5 മണിയോടുകൂടി വന്നപ്പോൾ ഈ കണ്ട രംഗം അയാൾ നോക്കി നിന്നിട്ട് അയാളുടെ സ്വാഭാവികമായിട്ട് മറ്റേ ഇതിലെ ഏർപ്പാട് പശുവിനെ കറക്കുന്ന കാര്യത്തിലേക്ക് അയാൾ പോവുകയും ചെയ്തു. ഈ വിശ്വനാഥ മേനോൻ നാട്ടുകാരുടെ പ്രിയങ്കരനായെന്ന് പറഞ്ഞാൽ പാരമ്പര്യമായി കിട്ടിയ സ്വത്ത് അതിനെ കഠിനാധ്വാനം കൊണ്ട് എത്രയോ ഇരട്ടി വിപുലപ്പെടുത്താനും ഉള്ള ആ മനസ്സുണ്ടായിരുന്നത് കൂടാതെ ഒപ്പം നിന്നവരുടെ വിയർപ്പുണ്ട്. പക്ഷെ ഒരാളുടെയും കണ്ണീർ കലർന്ന കണ്ണീരിൻ്റെ ഒപ്പ് ഈ സമ്പാദ്യത്തിലൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വനാഥ മേനോൻ നാട്ടുകാർക്ക് പ്രിയങ്കരനായത്. ഈ സംഭവം ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഈ ലീല മേനോൻ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ വിശ്വനാഥ മേനോൻ വീണ് മരിച്ചു കിടക്കുന്നു, വേണ്ട നടപടികൾ സ്വീകരിക്കണം. ഈ മെസ്സേജ് കിട്ടിയ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം SIയും പാർട്ടിയും അവിടെ ചെന്നപ്പോൾ എന്താ പറയുക, ആൾക്കൂട്ടം, ആളുകൾ ഇങ്ങനെ ഇടിച്ച് കയറാൻ വേണ്ടിയുള്ള ശ്രമം, ഇത് ടാമ്പർ ആവാതിരിക്കാൻ വേണ്ടി, സീൻ ടാമ്പർ ആവാതിരിക്കാൻ വേണ്ടി ആളുകളെ ഒതുക്കി നിർത്താനൊക്കെ ഏറെ ബുദ്ധിമുട്ട്. SI അറിയിച്ചതനുസരിച്ച് കൂടുതൽ പോലീസുകാരെ അവിടുത്തെ അയക്കുകയും കൂടാതെ ASI പാർട്ടിയും കൂടെ ചേർന്ന് 7 മണിയോടുകൂടി സ്റ്റേഷനിലെത്തി സർക്കിൾ ഓഫീസിലെത്തിയ ഞാൻ ഈ CD പാർട്ടിയും കൊണ്ട് സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. അവിടെ ചെന്ന് ആളുകളെല്ലാം നിയന്ത്രിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നോക്കുമ്പോൾ ആളുകൾ തന്നെ കരഞ്ഞ് നിലവിളിച്ച് പറയുകയാണ്, ആ മനുഷ്യനൊന്ന് നേരെ കിടത്തു നിങ്ങൾ, അദ്ദേഹം ചരിഞ്ഞ് കിടക്കുന്ന ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നത് പോലും കാണാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് തന്നെ ഫോട്ടോഗ്രാഫറെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ട് ഇത് ഒരു ഷീറ്റ് വിരിച്ച് നേരെ കിടത്തി. പുറത്തുള്ള ആളുകളെല്ലാം ഒരു നിയന്ത്രിച്ച് അവർ കാണാനുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ടാക്കി. പക്ഷെ വിവരം എല്ലായിടത്തും അറിയുന്നതനുസരിച്ച് VIP-കളെല്ലാം ഓരോന്നായിട്ട് വരാൻ തുടങ്ങിയതും അതും ട്രാഫിക് ജാം ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിക്കാനും ഒക്കെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. വൈകാതെ തന്നെ ഈ ഫോറൻസിക് മെഡിസിൻ്റെ വിഭാഗക്കാരൻ ഡോഗ് സ്ക്വാഡ് എത്തി. ഈ ഡോഗ് സ്ക്വാഡ് എത്തിയിട്ട് ഇതിനകത്ത് ഡോഗ് സ്ക്വാഡിനെ ഇവിടെ ഇറക്കിയിട്ട് കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായി. കാരണം പുറത്തുനിന്നുള്ള ഒരാളല്ല ഇവിടെ വന്ന് ഇത് ചെയ്തതെന്ന് ഉള്ള അഭിപ്രായമാണ് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഉള്ളത്. കാരണം അതിനുള്ള സാധ്യത കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡോഗിനെ തൽക്കാലം ഇറക്കേണ്ട തീരുമാനിച്ചു. എക്സ്പെർട്സൊക്കെ വന്ന് ബാക്കി നടപടികളെല്ലാം സ്വീകരിക്കാൻ വേണ്ടി. കൂട്ടത്തിൽ ഞാൻ ASIയെ വിളിച്ചിട്ട് ഇൻക്വസ്റ്റ് എഴുതാനുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ടാക്കി, പേപ്പറൊക്കെ റെഡിയാക്കാൻ പറഞ്ഞു. മൊത്തം നീളമെടുത്തു, തലമുടിയുടെ നീളം, നിറം, മുഖത്തിൻ്റെ വിവരണങ്ങളെല്ലാം നടത്തി. ശരീരത്തിൻ്റെ മുൻവശത്തുള്ള ആ മുറിവുകളൊന്നുമില്ല എന്നുള്ള ഭാഗമൊക്കെ രേഖപ്പെടുത്തിയതിന് ശേഷം ഒന്ന് മറിച്ച് കിടത്തി നോക്കുമ്പോഴാണ് തലയുടെ പിൻഭാഗത്ത് മുറിവ് ഒരു വട്ടത്തിൽ ഇങ്ങനെ കുഴി പോലെ തലയോട് പൊട്ടി ഇങ്ങനെ റൗണ്ട് ആയിട്ട് കിടക്കുക. അപ്പോൾ ഇത് പെട്ടെന്നൊരു ആശയക്കുഴപ്പമുണ്ടായി. പടിയിൽ തലയടിച്ച് വീണാണ് മേനോൻ മരിച്ചതെങ്കിൽ
നീളത്തിലുള്ള മുറിവുണ്ടാകാനാണ് സാധ്യത. പടിയുടെ കോണിൽ അടിച്ച്. പക്ഷേ ഇത് വട്ടത്തിലുള്ള ഒരു മുറിവാണ് ഉണ്ടാക്കി. മാത്രമല്ല ആ പടിയിൽ ചോര തളം കെട്ടിയിട്ടില്ല. തലയടിച്ച് വീഴുന്നെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് അവിടെ രക്തം മുഴുക്ക തളം കെട്ടി നിൽക്കണം, താഴോട്ട് ഒഴുകുകയും വേണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്തായാലും അതിനെക്കുറിച്ച് തൽക്കാലം അഭിപ്രായമൊന്നും പറഞ്ഞില്ല. എങ്ങനെയാണെന്ന് പിന്നെ നോക്കാം, അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് കൂടിയ ആളുകളെല്ലാം ഈ നിലവിളിച്ചുകൊണ്ടിരുന്ന അമ്മയും ലീല മേനോനെയും പ്രിയ മേനോനെയും ആശ്വസിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. അവരെല്ലാം അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈ മൃതശരീരം ഇൻക്വസ്റ്റ് എല്ലാം കഴിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നിടയ്ക്ക് തന്നെ അവിടെ ഉള്ള പാൽക്കാരൻ ആണ് ആദ്യം കണ്ടതെന്ന് പറഞ്ഞ ഇവിടെ വന്നത്. അയാളെ കണ്ട് വിവരങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, സാർ ഞാൻ ദിവസവും 4:30 ഉറക്കം എണീക്കും. ഒരു 4:45-5 മണിക്ക് മുമ്പ് ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വന്ന് പശുവിനെ തൊഴുത്ത് വൃത്തിയാക്കും, പശുവിനെ കുളിപ്പിക്കും, പാല് കറക്കും, തീറ്റയും കൊടുക്കും. അതോടുകൂടി രാവിലത്തെ പണി തീരും. അയാൾ തന്നെയാണ് ഈ വീട്ടിലുള്ള ഇത്രയും വലിയ ഒരു വീട്ടിൽ ഇവിടെയുള്ള അന്തേവാസികൾ ആരൊക്കെ ഉണ്ടെന്നുള്ള കൃത്യമായിട്ട് വിവരങ്ങൾ പറഞ്ഞു തന്നത്. വർഷങ്ങളായിട്ട് അവിടെ ഇടപഴകുന്ന ആളായിട്ട് അയാൾക്ക് അറിയാമായിരുന്നു. ഇവിടെ മേനോൻ സാറിന് ഒരു ഓഫീസ് ഇവിടെ ഉണ്ട്, വീട്ടിൽ തന്നെ ഉണ്ട്. അതിൽ 2 സ്ത്രീകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടറിൽ. അതുകൂടാതെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി, ഒരു ജയമോഹൻ, അത് മേനോൻ്റെ സന്തത സഹചാരിയാണ്. ഇപ്പോൾ കൂടെ നടക്കും, സദാസമയം കൂടെ നടക്കും. അയാൾക്കെല്ലാം സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല അയാൾക്ക് ഇവിടെ കിടക്കാൻ രാത്രി വൈകിയാണ് വരുന്നതെങ്കിൽ അവർ രണ്ടിനും കൂടെ ഒരു വൈകി വരുന്നതിന് അവിടെ കിടക്കാനുള്ള മുറിയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ 2 ഡ്രൈവർമാരുണ്ട്. അവർ രണ്ടും, ഒരാൾ മേനോൻ്റെ വണ്ടി ഓടിക്കും, ഒരാൾ വീട്ടിലെ മറ്റു വണ്ടി. അവരും വീട്ടിൽ തങ്ങുന്നവരല്ല. വീട്ടിനകത്ത് വീട്ടിനുള്ളിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരിയുണ്ട്. അത് കൂടാതെ പുറം ജോലിക്ക് 2 സ്ത്രീകളുമുണ്ട്. അവർ പണി കഴിഞ്ഞ് അവർ പോകുന്നവരാണ്, ഇവിടെ കിടക്കുന്നവരാരും. ഇത്രയും വിവരങ്ങൾ അയാൾ നൽകിയ ശേഷമാണ് ഈ അയാളെ പണിയുടെ കാര്യങ്ങളുമൊക്കെ പറഞ്ഞത്. എന്തായാലും അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. ഇൻക്വസ്റ്റ് എല്ലാം എഴുതി പൂർത്തിയാക്കി. ഈ കഴിഞ്ഞ മൃതശരീരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിൽ ഏതോ ഒരു കൂട്ടത്തിലൊരാൾ വിളിച്ച് പറഞ്ഞു, ഇത്രയും ദൂരെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? നമുക്കിവിടെ അടുത്തൊക്കെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പോരെ എന്നൊക്കെ ഒരു സൂചന പോലെ. ആദ്യമേ അത് നിർത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ കടുപ്പിച്ച് തന്നെ പറഞ്ഞു, പോരാ, അത് തീരുമാനിക്കുന്നത് ഞാനാണ്. അതോടെ മറ്റ് സംശയങ്ങളും നിർദ്ദേശങ്ങളുടെ മുനയൊടിഞ്ഞു. ഞങ്ങളുടെ ഇഷ്ടത്തിന് തന്നെയാണ് ചെയ്ത് ഇൻക്വസ്റ്റ് എഴുതി പൂർത്തിയാക്കി ആംബുലൻസ് വരുത്തി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. ഈ വീടിടയ്ക്ക് സയൻറ്റിഫിക് എക്സ്പെർട്ടൊക്കെ അന്ന് പരിശോധന നടത്തിയിട്ട്, സാർ ഇത് മുറിവിൻ്റെ കാര്യത്തിൽ തല അടിച്ച് വീണമെന്ന്, പടിക്കെട്ടിൽ തല അടിച്ച് വീണമെന്ന് പറഞ്ഞതിലൊരു അതിനെന്തോ പൊരുത്തപ്പെടാനാവുന്നില്ല എന്നൊരു കമൻറ്റ് പാസ്സാക്കിയിട്ട് അവർ മടക്കി പോവുകയും ചെയ്തു. റിപ്പോർട്ട്, ഞങ്ങളുടെ റിപ്പോർട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവർ പോവുകയും ചെയ്തു. അന്നത്തെ അവിടുത്തെ അന്വേഷണം ഏതാണ്ട് ഒരു പൂർണ്ണ രൂപം കിട്ടണമല്ലോ എന്നുള്ളതിൽ അന്ന് അവിടെ നിന്ന് ഈ ലീല മേനോനെ കൂട്ടത്തിലിരുന്നെങ്കിൽ തന്നെ പ്രത്യേകം വിളിച്ച് മാറ്റി നിർത്തി വിവരങ്ങളൊക്കെ ആരായി. സാർ, ഞങ്ങൾ ഇപ്പം 2 മുറിയിലാണ് കിടക്കുന്നത്. കാരണം ഞങ്ങൾ ഒരുമിച്ച് കിടന്ന ആ മുറിയിൽ രാത്രി ഏറെ വൈകിയാണ് മേനോൻ ഉറങ്ങാൻ വരുന്നത്. അത്രയും നേരം ലൈറ്റ് ഇട്ട് കിടക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തൊട്ടടുത്ത ഒരു ചെറിയ മുറിയുണ്ട്, അത് അവിടത്തേക്ക് ഞാൻ ഈ കിടക്കം മാറ്റി. ആ മുറിയിൽ നിന്ന് കാണാം, മേനോൻ കിടക്കുന്നത് എനിക്ക് കാണാം. അങ്ങനെ ചെറിയ മുറിയിലോട്ട് ഞാൻ മാറി. എനിക്ക് ഇത്തിരി വിശാലമായിട്ട് കിടക്കണം, അതിനാണ് ഞങ്ങൾ പ്രത്യേകം കിടക്കുന്നത്. അപ്പോൾ 5 മണിയോടുകൂടി ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് സ്വപ്നത്തിൽ നിന്ന പോലെയാണ് ഞാൻ ഉണർന്നത്. നോക്കുമ്പോൾ മേനോനെയാണ് ആദ്യം നോക്കിയത്. ആ മുറിയിൽ നോക്കുമ്പോൾ മേനോൻ കട്ടിൽ കാണുന്നില്ല. ഞാൻ നോക്കുമ്പോൾ പുറത്തേക്കുള്ള വാതിൽ തുറന്ന് കിടക്കുന്നു. അതെന്തിനാ തുറന്നു ഒക്കെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് ഈ രംഗം കാണുന്നത്.
ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സർ. ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ ആ ശ്വാസം നിലച്ചിരുന്നു. അവരുടെ മൊഴി രേഖപ്പെടുത്തി. ഈ കാര്യങ്ങൾക്കെല്ലാം മേനോൻ്റെ അടുത്ത ആളായ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന ജയമോഹൻ എല്ലാ കാര്യങ്ങൾക്കും കൂടി നടക്കുന്നുണ്ട്. അയാളെ ഒരു നിമിഷം കിട്ടി. അയാളെ അടുത്ത് കിട്ടിയപ്പോൾ വിളിച്ച് ചോദിച്ചു, പിന്നെ എന്താ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾക്കിവിടെ കിടക്കാനുള്ള മുറിയൊക്കെ ഉണ്ടെന്ന് പറയും. ഇന്നലെ ഇവിടെ നിന്ന് എത്ര മണിക്കാണ് പോയത്? സാർ, ഞാൻ വർഷങ്ങളായി ഇവിടെ ജോലിക്ക് വന്നിട്ട് ആദ്യം ഡ്രൈവറായിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഓഫീസിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റി അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായി ഇപ്പോൾ എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ കൂടെ വേണം എന്ന നിലയിലെത്തി. ഇപ്പം ഞാൻ എപ്പോഴും കൂടെ നടക്കുന്നു. എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ അദ്ദേഹത്തിൻ്റെ മരണം ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് എനിക്കാണ്, എൻ്റെ കുടുംബത്തിനാണ്. അയാളെ മൊഴി അയാൾ അത്രയും പറഞ്ഞതിനിടയ്ക്ക് കൂടെ ചോദിച്ചു, ഈ മേനോൻ്റെ മോൾ പ്രിയയുടെ ഡൈവേഴ്സ് അതിലേക്ക് എത്തിച്ച സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? സാർ, അവരുടെ കുടുംബകാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല. കാരണം അതൊക്കെ ചിന്തിച്ച് തീരുമാനിക്കാനുള്ള വിദ്യാഭ്യാസവും എല്ലാ ഇതുള്ള ബുദ്ധിയൊക്കെ ഉള്ള ആളുകളാണ് അവർ. സാമ്പത്തികമൊക്കെ ഉള്ള ഭദ്രതയുള്ളവരാണ്. അപ്പോൾ അവർക്ക് തീരുമാനിക്കാം. അതല്ല, അവൾക്ക് ഒരു ചെറുപ്പക്കാരനുമായിട്ടുള്ള വിഹിത ബന്ധം കാരണമാണ് ഭർത്തൃ വീട്ടുകാർ ഈ ബന്ധം ഒഴിയാൻ നിർബന്ധിക്കുന്നതെന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടാവും. പക്ഷെ അതെനിക്കറിയില്ല. അത് ചിലപ്പോൾ ഡൈവേഴ്സിന് വേണ്ടി അവർ കണ്ടെത്തിയ കാരണമായിരിക്കാം. ശരി, അയാളെ മൊഴി രേഖപ്പെടുത്തി പോവുകയും. അന്ന് മൃതശരീരം അയച്ച് ഫോറൻസിക്കുകാർ ഷോർട്ടായിട്ട് റിപ്പോർട്ട് തന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ വിശദമായിട്ട് റിപ്പോർട്ട് പിന്നെ നൽകാമെന്ന് പറഞ്ഞ് അവർ മടങ്ങിപ്പോയി. അന്നത്തെ അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് മടങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ തന്നെ വീണ്ടും അവിടെ എത്തി. അപ്പോൾ മേനോൻ്റെ വേർപാട് സൃഷ്ടിച്ച ആ വിടവ് അതെല്ലാം അവിടെ കാണാനുണ്ടായിരുന്നു. ആകെ ദുഃഖപൂർണമായൊരു അന്തരീക്ഷം. സൂര്യൻ അസ്തമിച്ചു പോയാൽ ഒരു മെഴുകുതിരിക്ക് അതിന് പകരം നിൽക്കാനാവില്ലല്ലോ എന്ന ചിന്തയായിരുന്നു അവിടെ നിൽക്കുന്നവരെല്ലാം. നേരെ രാവിലെ അവിടെ ചെല്ലുമ്പോൾ തന്നെ മേനോൻ്റെ ഈ അസ്ഥി ചാരത്തിൽ നിന്നും പറക്കിയെടുത്ത അസ്ഥി കഷ്ണങ്ങൾ ഓരോരോ കലശങ്ങളിലായിട്ട് 3-4 കലശങ്ങളിൽ വെച്ചിട്ടുണ്ട്. പിച്ചിപ്പൂവും ഈ ചന്ദനത്തിരിയും കത്തിച്ച് അവിടെ ആകെ സുഗന്ധപൂരിതമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ചടങ്ങെല്ലാം നടത്തിയത് മേനോൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു 13 വയസ്സുകാരനാണ് ഇന്നലത്തെ ആ ചടങ്ങെല്ലാം നടത്തിയെന്നുള്ള വിവരങ്ങളുമൊക്കെ കിട്ടി. അവിടെ നിന്നിട്ട് തന്നെയാണ് നേരെ അവിടെ കൂടുതൽ അന്വേഷണം നടത്തുന്നതിനേക്കാളും നേരെ മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജ് ഡോക്ടർ കുമാറിനെ പോലീസ് സർജൻ കുമാർ ഡോക്ടറെ കാണാമെന്ന് പോയി. നേരെ അവിടെ എത്തുമ്പോൾ അദ്ദേഹം മനുഷ്യ ശരീരത്തിൻ്റെ ഏതോ ഒരു അവയവം ഹാർട്ട് എന്താണ് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉടനെ എന്നെ കണ്ടപാടെ ആ അവയവം അവിടെ വെച്ചിട്ട് ഗ്ലൗസ് ഊരി മാറ്റിയിട്ട് നേരെ അടുത്തേക്ക് വന്നു. ഞാൻ ഇൻസ്പെക്ടറെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം നിങ്ങളുടെ ഇതിൽ റിപ്പോർട്ടിൽ എഴുതിയിരിക്കും പോലെ ഈ പടിക്കെട്ടിൽ തലയടിച്ച് വീണല്ല ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇത് സംഭവിച്ചിരിക്കുന്നത് ഇരുമ്പ് കൊണ്ടുള്ള ഈ ഏതോ ഒരു ഹാർഡ് ഓബ്ജക്റ്റ്, അതായത് ചുറ്റിക പോലെ എന്തോ ഒരു വസ്തുവാണ്. അതുകൊണ്ട് ബലമായി അടിച്ചതിൽ വെച്ചുണ്ടായ മുറിവാണ് ഈ മരണം സംഭവിക്കാനുള്ള കാരണം. ഡോക്ടർ സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിച്ച് ആ സർട്ടിഫിക്കറ്റ് വാങ്ങി അവിടെ നിന്ന് മടങ്ങി. മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റ് കടന്ന് വരുമ്പോൾ മേനോൻ്റെ കാറ് മെഡിക്കൽ കോളേജിലേക്ക് വരും. അപ്പോൾ അതിനകത്ത് ആരും നോക്കിയപ്പോൾ അതിനകത്തിരിക്കുന്നത് ഇയാളാണ്, മേനോൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അയാൾ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ എന്തെങ്കിലും രോഗികളെ നോക്കാൻ വന്നായിരിക്കും എന്ന് പറഞ്ഞ് ജയമോഹൻ എന്തോ ആവശ്യത്തിൽ വന്നായിരിക്കും എന്ന് പറഞ്ഞ് ഇവിടെ പോരും. നമ്മളവിടെ പോകും.
ഏറെ വൈകുന്നതിന് മുമ്പ് താമസിച്ചില്ല. ഒരു 10 അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടറെ ഫോൺ വിളി എത്തി. ഇൻസ്പെക്ടർ ഇവിടെ ഒരാൾ വന്നിരുന്നു. മേനോൻ്റെ സ്വന്തം ആളാണ്. മകനെ പോലെയാണെന്നും ഈ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിലെ ആ തലയടിച്ചാണ് വീണതെന്നുള്ള ആ ഭാഗം വ്യക്തമായിട്ട് ക്ലിയറായിട്ട് അങ്ങനെ എഴുതണം എന്ന് പറഞ്ഞൊരു ഓഫറും വെച്ചു. ഞാൻ പറഞ്ഞത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തോളാം എന്ന് മറുപടിയും പറഞ്ഞ് അയച്ചിട്ടുണ്ട്. ഇതുകൂടെ കേട്ടപ്പം മനസ്സിലായി എന്തോ ഒരു ഫൗൾ പ്ലേ നടന്നിട്ടുണ്ട് എന്നൊരു സംശയം. നേരെ ഇന്ന് ഫോറൻസിക് ലാബറട്ടറിയിൽ ചെന്ന് ഒരു റിക്വസ്റ്റ് ചെയ്ത് കൊടുത്തു. ആ സീൻ ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കണം. ആ കിടന്ന ബെഡ്റൂമും അവിടെയൊക്കെ ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ് SP കണ്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി. ഇതൊക്കെയാണ് സംഭവം, ഇങ്ങനെയാണ് സംശയം ഉണ്ട്, ഞാൻ ഫോറൻസിക്കാരെ ഒന്ന് നോക്കണം. അദ്ദേഹം അനുവാദവും നൽകി. നേരെ റിപ്പോർട്ട് കൊടുത്തിട്ട് അവരുടെ വീട്ടിലെത്തുമ്പോൾ തന്നെ ഫോറൻസിക് ടീം അവിടെ എത്തിയിരുന്നു. അവിടെ എത്തി അവർ വന്ന ഉടനെ തന്നെ ആ അകത്തെ ബെഡ്റൂമിൽ, മേനോൻ കിടന്ന ബെഡ്റൂമിൽ ഈ പരിശോധനകൾ ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് 2 മുറികളും ക്ലിയറാക്കി അവിടെ ഇരുന്ന സ്ത്രീകളെയൊക്കെ മാറാൻ നിർദ്ദേശം നൽകി. അവർ മറ്റു മുറികളിലേക്ക് മാറിയിരിക്കുകയും ചെയ്തു. ഈ വെളിയിൽ മരിച്ചു കിടന്ന കാര്യങ്ങൾ അന്വേഷിക്കുകയും വീട്ടിനകത്തിരിക്കുന്ന ആളുകളെ ശല്യപ്പെടുത്തുന്നതിനാണ് എന്നുള്ള മുറിപ്പൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കേട്ടല്ല അവഗണിച്ചു. അവർ ആ മുറിയിൽ മാർബിൾ തറയിൽ ഒരു മരുന്ന് ഒഴിച്ചു. അവിടെയൊക്കെ രക്തത്തിൻ്റെ കളർ തുള്ളികൾ തെളിഞ്ഞു വന്നു. ആ ഫോറൻസിക് എക്സ്പെർട്ട് തന്നെ പറഞ്ഞു, സാർ ഇത് ലൂമിയർ ടെസ്റ്റാണ്, ഇത് എത്ര കഴിവിയാലും ഇവിടെ രക്തം വീഴ്ന്നിട്ടുണ്ടെങ്കിൽ അത് തെളിഞ്ഞു വരും, അതിനുള്ള മരുന്നാണ് ഞങ്ങളിവിടെ ഒഴിച്ചത്. അപ്പോൾ ഇവിടെയാണ് സംഭവ സ്ഥലം, ഇവിടെയാണ് രക്തം ശരിക്കും ഇവിടെ വീഴ്ന്നിട്ടുണ്ട്. കഴിയൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിലും ഇവിടെയാണ് വെച്ചാണ് മുറിവ് സംഭവിച്ചിട്ടുള്ളത്. അത്രയ്ക്ക് രക്തം ഇവിടെ വീണിട്ടുണ്ടെന്ന്. അത് കഴുകി ഇറക്കിയ ഓടയിലും ആ സൈഡിലുള്ള അവിടുത്തെ എല്ലാം സാമ്പിളുകളെല്ലാം എടുത്ത് ശേഖരിച്ചു. എന്നിട്ട് പറഞ്ഞു, സാർ ഇതിന് തൽക്കാലം ഒരു ഷോർട്ട് റിപ്പോർട്ട് ഇപ്പം തരാം, ഞങ്ങൾ പോയിട്ട് വിശദമായിട്ട് റിപ്പോർട്ട് അയച്ചു തരാം എന്ന് പറഞ്ഞു. അവർ പോവുകയും ചെയ്തു. ഇതിനിടയിൽ പോലീസുകാരുടെ അടുത്ത് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു, ഇവനെ വെറുതെ വിടരുതെന്ന്. ജയമോഹനെ കവർ ചെയ്ത് നിന്നോളണമെന്നൊരു നിർദ്ദേശം കൊടുത്തിരുന്നു. ഈ ഫോറൻസിക്കാർ ഈ കാര്യം പറഞ്ഞിട്ട് പുറത്ത് പോയതിൻ്റെ പിന്നാലെ നേരെ ഞാൻ ജീപ്പിനടുത്തോട്ട് ചെല്ലുമ്പോൾ പോലീസുകാരാതെ ജയമോഹനെ കവർ ചെയ്ത് ജീപ്പിൽ പിടിച്ച് കയറ്റിയിരുത്തി. അവനോട്ട് നേരെ ചെന്നു സ്റ്റേഷനിലെത്തി, ഓഫീസിലെത്തി അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഒരു ഭീഷണിയും കൂടെ ആയപ്പോൾ തന്നെ, നീ ഡോക്ടറെ അടുത്ത് പറഞ്ഞ കാര്യവും എല്ലാം കൊണ്ട് മനസ്സിലായി, നീ ഉള്ള കാര്യം എന്താ സംഭവിച്ചതെന്ന് തുറന്നു പറ. നിൻ്റെ മൊഴിയിൽ രാത്രി 10 മണിക്ക് അവിടുന്ന് പോയി എന്നാണ്. വീട്ടിലെ 2 സ്ത്രീകളും പറയുന്നത് പുരുഷന്മാരോ മറ്റന്യ ആളുകളാരും അവിടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം കള്ളമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പോരെങ്കിൽ ഇവിടുത്തെ കറവക്കാരൻ അന്ന് പുലർച്ചെ 5 മണിയോടുകൂടി അയാൾ അകലിൽ നിന്ന് വരുമ്പോൾ ഗേറ്റ് കടന്ന് ഒരു ബൈക്കിൽ നിങ്ങൾ ഹെൽമറ്റൊക്കെ വെച്ച് കോട്ടുമൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് അയാൾ കൃത്യമായിട്ട് 100 മീറ്റർ അകലെ നിന്ന് കണ്ടു. സാധാരണ നിങ്ങൾ കണ്ടിട്ടും അയാളെ വിഷയമായിട്ടാണ് പോകാറുള്ളതാണെങ്കിലും ഇന്നലെ അയാളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയി. അത് അയാൾ വ്യക്തമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. നിങ്ങളെ തന്നെയാണ് കണ്ടത്, വർഷങ്ങളായിട്ട് കാണുന്നതാണ്, നിങ്ങളെ വണ്ടി അയാൾക്കറിയാം, അയാൾ നിങ്ങളെ ഇവിടുന്ന് രാവിലെ പുറത്ത് പോകുന്നത് കണ്ടിട്ടുമുണ്ട്. ഇനി പറയേണ്ടത് ജയമോഹനാണ്. അയാൾ കൂടുതൽ ഇതൊന്നും എടുത്തില്ല. അയാൾ കാര്യമായിട്ട് പറഞ്ഞു, സാർ വർഷങ്ങളായിട്ട് ഞാനിവിടെ വന്നത് അന്ന് മുതൽ മേനോ സാറിൻ്റെ മകളുമായിട്ട് അടുപ്പത്തിലായി. അവിടെ അത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. മേനോനും അറിയാമായിരുന്നു, മേനോ സാറിനും എല്ലാവർക്കും അറിയാമായിരുന്നു. ഈ മേനോ സാറിന് മകളെ വിവാഹം കഴിച്ച് അയച്ചിട്ടും അവളവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കില്ല, അവിടുന്ന് ഇവിടെ വരണമെന്നാണ്. അങ്ങനെയാണ് അത് ഡൈവേഴ്സ് കലാശിച്ചത്.
ഈ 6 മാസം ആള് ഭർത്ത വീട്ടിലായിരുന്ന സമയത്താണ് ലീല മാഡം ഞാനുമായിട്ട് അടുക്കുന്നത്. അങ്ങനെയാണ് ലീല മാഡം പ്രത്യേക ഒരു ബെഡ്റൂമിൽ കിടപ്പ് മാറ്റിയതും. ഞാൻ പല പ്രാവശ്യവും മദ്യപിച്ചിട്ടാണ് കിടക്കുന്നത് രാത്രി. അതുമല്ല കിടന്ന് ഉറങ്ങിക്കോളും എന്നുള്ള ധാരണയിൽ ആ മാഡത്തിൻ്റെ മുറിയിലേക്ക് എന്നെ വിളിക്കും. ഞാൻ അവിടെ പോവും. ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട് കുറച്ച് നാൾ. അപ്പോൾ ഇത് മനോജ് സാറിന് അറിയാമായിരുന്നു. എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു സാർ. പിന്നെ ഒന്നും അറിഞ്ഞില്ല എന്നൊരു വേഷം കെട്ടൽ. അയാൾ എന്താണ് ഉണ്ടായതെന്ന് പറയും. അത് അന്ന് രാത്രി മനോജ് സാർ മദ്യപിച്ചിട്ടാണ് നല്ല കിടക്കുന്നത്. അങ്ങനെ കിടന്നപ്പോൾ രാത്രി ലീല മാഡം എന്നെ വിളിച്ചു. ഞങ്ങൾ ആ മുറിയിലായിരിക്കുമ്പോഴാണ് ഈ വാതിൽക്കലൊരു മുട്ട് കേട്ടത്. അപ്പോൾ മേനോൻ സാറിൻ്റെ മുറിയിൽ നിന്നാണ് മുട്ട് വരുന്നതെന്നും മേനോൻ സാറാണെന്ന് മനസ്സിലായി. ഞാൻ ഓടി ബാത്റൂമിനകത്ത് കയറി കതകടച്ചിരുന്നു. മുറിയിൽ കയറി വന്ന ആ മേനോൻ സാറ് എല്ലാം അവിടെ നോക്കി നിന്നിട്ട് നേരെ ബാത്റൂമിനടുത്തേക്ക് വന്നു. ബാത്റൂമിനകത്ത് ഞാനുണ്ടോയെന്ന് ഞാൻ നോക്കി നിൽക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് മേനോൻ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് നിലത്തിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ നോക്കുമ്പോൾ നീണ്ട കമ്പ പിടിയുള്ള ഒരു ചുറ്റിയായിട്ട് ലീല മാഡം നിൽക്കുന്നു. അവിടെ മുഴുക്ക ചോരയായി. പെട്ടെന്ന് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാനൊന്നും സമയം കിട്ടിയില്ല. പെട്ടെന്ന് ഞങ്ങൾ രണ്ടാളും കൂടെ തന്നെ ചേർന്ന് ആ ഒരു ധരിച്ചിരുന്ന ഷർട്ട് ഊരി മാറ്റി ചുറ്റിയിലുമൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ മേനോനെ പിടിച്ച് വെളിയിൽ കൊണ്ട് കിടത്തി. വെളിയിൽ പടിയിൽ തലയടിച്ച് വീണതായിട്ട് വരുത്തി തീർക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ കൊണ്ട് കിടത്തിയതാണ്. അതിനുശേഷമാണ് വന്ന് ഈ മുറി ആകെ ക്ലിയറാക്കിയത്. വെള്ളമൊഴിച്ച് എല്ലാം തുടച്ച് കഴിഞ്ഞ് ഇതാണ് ഉണ്ടായത് സാർ. അയാളെ സ്റ്റേറ്റ്മെൻ്റ് റെക്കോർഡ് ചെയ്തിട്ട് കൂട്ടുപ്രതി അന്വേഷിച്ച് 2 വനിതാ പോലീസുകാരുമായിട്ട് നേരെ പോയി. വീട്ടിലെത്തുമ്പോൾ കുറേ സ്ത്രീകളുടെ ഇടയിലേക്ക് നിൽക്കുകയായിരുന്നു. അപ്പോൾ ചെന്നുടനെ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ലീല വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുപ്രതി ജയമോഹനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അയാളെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. നടന്ന സംഭവങ്ങളെല്ലാം അതേപടി പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് മാറ്റിപ്പറയാനോ ഒളിക്കാനോ രക്ഷപ്പെടാനോ ശ്രമിക്കണ്ട. അത് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ ആ ചുറ്റിയിലും അന്ന് ഒളിപ്പിച്ച് വെച്ച ആ ഷർട്ടിൻ്റെ ഇതും എടുത്ത് തരണം. അപ്പോൾ തടസ്സമൊന്നും പറയാതെ തന്നെ ലീല മാഡം ചെന്ന് ഒളിപ്പിച്ച് വെച്ചിരുന്ന നിലയിൽ കണ്ട ആ ചുറ്റിയിലും ആ ഷർട്ടും രക്തം പുരണ്ട ഇതെടുത്ത്, കൂടാതെ ഒരു ചോര പുരണ്ട ഒരു ടവലും അതെല്ലാം ബസ്സിലൊഴിച്ച് ബന്ധുസിലെടുത്ത് ഈ ലീല മാഡവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ണീരുമായിട്ട് നോക്കി നിൽക്കുന്നുണ്ട് പ്രിയ മേനോൻ. ഈ സമ്പന്നരുടെ അകത്തളങ്ങളിൽ വീഴുന്ന ചോരത്തുള്ളികൾ പലപ്പോഴും അവിടെ തന്നെ മാഞ്ഞു പോകാറാണ് പതിവ്. എന്തുകൊണ്ടാണെന്നറിഞ്ഞില്ല. ഈ കേസിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് ഒരു തീരുമാനമെടുക്കാൻ അതിനുള്ള ശക്തി എവിടെ നിന്ന് കിട്ടിയെന്ന് ഇപ്പോഴും ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ഒരു ശക്തി കിട്ടിയ മുന്നോട്ട് പോയി അതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയും? സമ്പന്നരുടെ അകത്തളങ്ങളിൽ ഇനിയും രക്തക്കറകൾ വീഴാതിരിക്കുവാനും അതവിടെ തന്നെ മാഞ്ഞു പോകാതിരിക്കാനും ഉള്ള പ്രവൃത്തികൾ ഇനിയും ചെയ്യാൻ കരുത്ത് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.